ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു ദിനം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി കരയറ്റാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ആകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 4 അധ്യായം 24 വാക്യം. കയീനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ലാമേക്ക് എന്ന കഥാപാത്രത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആരാണ് ലാമേക്ക്? കയീൻ്റെ സന്താന പരമ്പര വഴി ആദാമിൻ്റെ 7ാം തലമുറക്കാരനാണ് ലാമേക്ക്. നോഹയുടെ പിതാവായിരുന്നു ലാമേക്ക്. ലോകത്തിലേക്കും ഏറ്റവും ദീർഘ ആയുഷ്മാനായിരുന്ന മെഥൂശലഹിൻ്റെ പുത്രനായിരുന്നു ലാമേക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വംശാവലിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദേശത്തിൻ്റെ ഉൽപ്പത്തിയോ കുടുംബ പാരമ്പര്യമോ പ്രകടമാക്കുന്ന വംശാവലി പുതിയ നിയമത്തിലാണ് സർവ്വസാധാരണമായി പറഞ്ഞിരിക്കുന്നത്. ഇവ ഒന്നുകിൽ പൂർവ്വ പിതാവിൽ നിന്ന് തുടങ്ങി സന്താന പരമ്പരയിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും പുറകോട്ട് പൂർവന്മാരിലേക്ക് പോകുന്നവയാണ് ഈ വംശാവലികൾ. എന്നാൽ ഇവയിലൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് ലാമേക്കിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ലാമേക്കിൻ്റെ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട്, തൻ്റെ മക്കളെ ശ്രേഷ്ഠതയുള്ളവരാക്കി വളർത്തുന്ന ഒരു ലാമേക്കിനെ നമുക്ക് കാണാം. ലാമേക്കിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു, ആദായും സില്ലായും. എന്നാൽ ആദായുടെ മൂത്ത മകനായ യാബാൽ കൂടാരമടിച്ച് താമസിച്ച് കന്നുകാലികളെ വളർത്തിയിരുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹം കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒരു തികഞ്ഞ മൃഗസ്നേഹിയായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 2ാമത്തെ മകനായ യൂബാൽ കിന്നരവും വേണുവും തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും നിർമ്മിക്കുകയും ചെയ്തിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ അദ്ദേഹം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഏവർക്കും പിതാവായിട്ട് തീർന്നു. എന്നാൽ 3ാമത്തെ മകനായ അഥവാ സില്ലായിൽ ജനിച്ച മകൻ തൂബൽ കയീൻ ചെമ്പും ഇരുമ്പും ഉപയോഗിച്ചുള്ള കൗശലപ്പണികളിൽ സമർത്ഥനായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആയുധങ്ങളെയും നിർമ്മിച്ചിരുന്നു. അങ്ങനെ ലാമേക്കിൻ്റെ 3 മക്കൾ അന്നത്തെ 3 സംസ്കാരങ്ങളുടെ പിതാക്കന്മാരായി തീർന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ലാമേക്കിന് നയമ എന്ന ഒരു മകളും ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ മക്കളെ ശ്രേഷ്ഠതയുള്ളവരാക്കുവാൻ ലാമേക്കിന് സാധിച്ചു. രണ്ടാമതായിട്ട്, തൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ജീവിക്കുന്നു. ലാമേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ജീവിക്കുന്നു. ഒരു ഗാനരചയിതാവ് ആയിരുന്നു ലാമേക്ക്. ഒരു ഗാനം രചിച്ച് അത് തൻ്റെ ഭാര്യമാരെ പാടി കേൾപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യുമെന്നും ഇവിടെ 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ശമനമില്ലാത്ത പ്രതികാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഇവയുടെ ഒക്കെയും ഒരു വിപരീത ഭാവമാണ് യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണം എന്ന്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ലാമേക്ക് തൻ്റെ മക്കളെ സ്വഭാവത്തിൽ ശ്രേഷ്ഠതയുള്ളവരാക്കി വളർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എപ്രകാരമാണ്? സ്വഭാവത്തിൽ ശ്രേഷ്ഠതയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും മനസ്സിലാക്കി അത് ദൈവനാമത്തിന് പ്രയോജനകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിട്ടുള്ള നല്ല
കഴിവുകൾ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.